ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇടിച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ഇടിച്ചക്ക എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഒഴിവാക്കിയൊരു മേശയുണ്ട്, അതുമ്മ വെച്ചിട്ട് ഇമ്മ ഇടിച്ചക്ക ചെത്തുകയാണ്. അതിൻ്റെ ആ മുള്ളൊക്കെ ചെത്തി കളയാണ്. അപ്പോൾ തേങ്ങ ഒക്കെ ചതച്ചിട്ടിട്ട് എങ്ങനെ ഒരു ഇടിച്ചക്ക ഉണ്ടാക്കാം എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഇടിച്ചക്കയുടെ മുഴുവൻ മുള്ളും ചെത്തി കളയട്ടെ. ഇമ്മയാണ് ഇടിച്ചക്ക ചെത്തുന്നത്. തൊലി മുഴുവനും ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടിച്ചക്ക എങ്ങനെ വെക്കുക എന്ന് നോക്കാം. ചക്കയുടെ ഈ നടുവിലുള്ള ഈ പൂഞ്ഞ എടുത്ത് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്യണേ. ഇമ്മ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിലിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, ഒന്ന് ആവി കയറ്റണം. ഇനി ഒന്ന് നന്നായി കഴുകിയെടുക്കട്ടെ. ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് ഗ്യാസിൽ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചക്ക നല്ലപോലെ വേവ് റെഡിയായി വരും. ഒരു 15 മിനിറ്റായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിച്ചക്ക ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതാക്കി എടുക്കണം. നമ്മുടെ ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ നല്ല പോലെ നമുക്ക് ചെറുതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മുഴുവനായും ഇതുപോലെ ചെറുതായി കിട്ടിയിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കി എടുത്തു. ഇനി നമുക്കിത് ഉപ്പേരി വെക്കാം. ഇടിച്ചക്ക ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒന്ന് ചതച്ചെടുക്കട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ തേങ്ങ മുഴുവനായി അരച്ചത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിച്ചക്ക തോരൻ, ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാണ്. നമ്മൾ അടിപൊളി ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.